നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു കാക്ക അപ്രതീക്ഷിതമായി വന്ന് നിങ്ങളുടെ തലയിൽ കൊത്തിയാൽ അത് വെറും യാദൃശ്ചികമാണോ അതോ ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പാണോ? ഇത് ഭാരതീയമായിട്ടുള്ള ശകുനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. അതിഗഹനമായിട്ടുള്ള വിഷയമാണ്. ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കാക്ക കൊത്തുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വീഡിയോ ആണ്. നിരവധി എൻ്റെ സുഹൃത്തുക്കളും ചാനൽ കണ്ടിട്ടുമൊക്കെ ഇത്തരത്തിൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്രകാരം സംശയ നിവാരണങ്ങൾ അധികമായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ഭാരതീയ ശകുനശാസ്ത്രം പറയുന്നത് ഇതൊരു സാധാരണ സംഭവം മാത്രമല്ല എന്നുള്ളതാണ്. കാക്ക തലയിൽ കൊത്തുന്നത് ശുഭമാണോ? ഏതാണ്ട് 10-20 വർഷം മുമ്പ് ഏതാണ്ട് ഒരു വർഷത്തോളം വളരെ എന്നെ സംബന്ധിച്ച് കാക്ക ഇപ്രകാരം ഉപദ്രവിക്കുമായിരുന്നു. വളരെ ശ്രദ്ധിച്ചായിരുന്നു അത് കാരണം പുറത്തേക്ക് പോകാനൊക്കെ തോന്നിയിരുന്നത്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് അന്ന് മുതൽ ഒരു പഠന ഗവേഷണം തന്നെ ഞാൻ നടത്തിയിരുന്നു. ഏതാണ്ട് ആ ദോഷകാലം കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ നാം ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്തരത്തിലുള്ള വിഷയങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശകുനശാസ്ത്ര പ്രകാരം കാക്ക തലയിൽ കൊത്തുന്നത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ശനിഹി കാകവാഹനഃ പ്രോക്തഃ കർമ്മഫലപ്രദായകഃ തസ്യ സങ്കേതം ലഭതേ ജനഃ കാകസ്പർശനേന ഹി. ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. അതിന്റെ സ്പർശനം പോലും കർമ്മഫലങ്ങളുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കാക്ക കൊത്തുന്നതിനെ അവഗണിക്കാതിരിക്കുക. ഭാരതീയ ശാസ്ത്രപ്രകാരം ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. അതുകൊണ്ട് തന്നെ ശനിദോഷത്തിന്റെ സൂചനയായി നമുക്ക് ഇതിനെ കണക്കാക്കി നോക്കാം. നീലാഞ്ജന സമാഭാസം രവീം പുത്രയമാകൃതം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. പിതൃക്കളുടെ അപ്രീതിയും മറ്റൊരു കാരണമാണ്. കാക്കയെ പിതൃക്കളുടെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്നു. അവർക്കുള്ള ബലി നിർവഹണത്തിലുള്ള വീഴ്ച ഈ ഒരു കാര്യത്തിൽ സൂചനയായി നൽകുന്നതാകാം. കാക്കയുടെ കരച്ചിലിൽ കേൾക്കാം പിതൃക്കളുടെ വേദന, മറന്നുപോയ കർമ്മങ്ങളുടെ മന്ത്രപ്രതിധ്വനി. ഇതൊരു അപകട സൂചനയാണോ? ഇത് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെയും അപകട സാധ്യതകളുടെയും ജീവിതത്തിലെ ചില തടസ്സങ്ങളുടെയും ഒക്കെ സൂചനയായും കരുതപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പരിഹാരം പിതൃതർപ്പണം തന്നെയാണ്. അടുത്തു വരുന്ന കർത്തവാവ് ദിവസം പിതൃബലി നടത്തുക. രണ്ടാമത്തെ ദോഷപരിഹാരം ശനിദോഷ ശാന്തി തന്നെയാണ്. അതിനായി തൊട്ടടുത്ത് വരുന്ന ശനിയാഴ്ച ദിവസം എള്ളുതിരി കത്തിക്കുക. എള്ളു പായസം ക്ഷേത്രങ്ങളിൽ നടത്തുക. ശനി മന്ത്രങ്ങൾ, ശനി സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. മൂന്നാമത്തെ പരിഹാരം ദാനം തന്നെയാണ്. കറുത്ത വസ്ത്രങ്ങളും എള്ളും ദാനമായി നൽകുന്നത് ഈ ദോഷത്തെ ഇല്ലാതാക്കും. നാലാമത്തെ പരിഹാര കർമ്മം പക്ഷികൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. പ്രതിദിനം കാക്കകൾക്കോ മറ്റു പക്ഷികൾക്കോ ഭക്ഷണം നൽകുക. അന്നദാനേന പരം ദാനം വിധാനാം പരമം ദാനം അന്നേന ക്ഷണികാ തൃപ്തി വിധാതു ജീവനം സ്മൃതം. ഇനി മറ്റൊരു പരിഹാരം ഗണപതി ഹോമം നടത്തുക എന്നുള്ളതാണ്. വിഘ്നങ്ങൾ നീങ്ങാനാണ് നാം ഒക്കെ ഗണപതി ഹോമം നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുടെ സൂചനയാണ് എങ്കിൽ ഗണപതി ഹോമത്തിലൂടെ അത് പരിഹൃതമാകുന്നതാണ്. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള സത്യാവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കാം. ഇത് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ കാക്കകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ അക്രമികളാകുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കൂടി, അതായത് കാക്കക്കൂടും അവിടെ കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അതുവഴി അതിക്രമിച്ചു പോകുന്നവർക്ക് ചിലപ്പോൾ കാക്കയുടെ കൊത്തേൽറ്റേക്കാം. അത് പല കാക്കകൾ അവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ഇത്തരം ശാസ്ത്ര സത്യങ്ങൾ കൂടി ഇരിക്കെ നാം ഒരു കാര്യത്തിലും അമിതമായി ഭയപ്പെടേണ്ട കാര്യമില്ല. പരിഹാരം ചെയ്യുക, ആത്മീയമായിട്ടുള്ള ശാന്തി നേടുക. വിശ്വാസവും വിവേകവും കൂടിയാൽ ജീവിതം വളരെ ശാന്തമായി മുന്നേറുന്നതാണ്. ഒരു കാക്കയുടെ കൊത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പാകാം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ തുടക്കവും. വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകൂ, ധർമ്മം പാലിക്കൂ, ദോഷങ്ങൾ സ്വയം അകലുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള ആത്മീയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഋഷിപ്രോക്തം ചാനൽ നിത്യം സന്ദർശിക്കുക.
എല്ലാ ദിവസവും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നക്ഷത്രങ്ങളെ കുറിച്ച് ഞാൻ അതിഗംഭീരമായി 27 നക്ഷത്രങ്ങളെ കുറിച്ചും രണ്ട് ഭാഗങ്ങളിലായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവ് നൽകുന്നതാണ്. ആ വീഡിയോകളും കാണുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.